Hello, my dears. Shall we read unit number 1? An umbrella for all. Here we can see a mushroom and so many animals. Rabbit, an ant, sparrow, mouse, butterfly, frog. So, this is the story of some friends. നമുക്കൊന്ന് വായിച്ചു നോക്കാം. Let us read. A small ant was searching for food. സെർച്ചിങ് നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ പപ്പിയുടെ പാഠത്തിൽ അല്ലേ. ഹി കെപ്റ്റ് സെർച്ചിങ്. അപ്പോൾ സെർച്ചിങ് എന്ന് പറഞ്ഞാൽ പരുതുക. അപ്പോൾ ഒരു ഉറുമ്പ് ഫുഡിന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. സഡൻലി നമ്മൾ പഠിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യാൻ തുടങ്ങി. ഐ ആം ഓൾ വെറ്റ്. വേർ ഷാൽ ഐ ഫൈൻഡ് ഷെൽട്ടർ. ഞാൻ ആകെ വെറ്റായിരിക്കുന്നു. മഴ പെയ്താൽ നമ്മൾ എന്താകും? നനയും അല്ലേ. അപ്പോൾ ഞാൻ ആകെ നനഞ്ഞിരിക്കുന്നു. വേർ ഷാൽ ഐ ഫൈൻഡ് ഷെൽട്ടർ. ഞാൻ എവിടെ നിന്നാണ് ഒരു ഷെൽട്ടർ പരിധി കണ്ടുപിടിക്കുക, ഒരു ഷെൽട്ടർ കണ്ടെത്തുക? ദ ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. ആൻഡ് ചുറ്റും നോക്കി. വേർ വിൽ ദ ആൻഡ് ഗെറ്റ് ഷെൽട്ടർ. എവിടെ നിന്നായിരിക്കും ആൻഡിന് ഷെൽട്ടർ കിട്ടുക? ഹിയർ വി ക്യാൻ സീ ദ ആൻഡ് ഈസ് ക്രൈയിങ് ആൻഡ് വാക്കിംഗ്. Now listen to your teacher. The gentle rain turned into heavy shower. The ant walked fast. Far away he saw something. So ചെറിയ മഴ എന്തായി മാറി? നല്ല ശക്തിയായി, ഹെവിയായി. അങ്ങനെ ഉറുമ്പ് എന്ത് ചെയ്തു? സ്പീഡിൽ നടന്നു ചെന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ലെറ്റ് us read. The ant saw a tiny mushroom. ആൻഡ് ഒരു ടൈനി മഷ്റൂം കണ്ടു. ഒരു കുഞ്ഞു ചെറിയ മഷ്റൂം കണ്ടു. ടൈനി മീൻസ് മെലിഞ്ഞത്, ചെറിയ നേർത്തൊരു മഷ്റൂം കണ്ടു. ഹി റാൻ ടുവേർഡ്സ് ദ മഷ്റൂം. അവൻ എന്ത് ചെയ്തു? ഹി റാൻ ടുവേർഡ്സ് ദ മഷ്റൂം. അവൻ ഓടി. ഇറ്റ് വാസ് റെഡ് ഇൻ കളർ. ഹൗ ഈസ് ദ മഷ്റൂം? ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. ദർ വർ യെല്ലോ സ്പോട്ട്സ് ഓൺ ഇറ്റ്. അതിന് യെല്ലോ സ്പോട്ട്സ് ഉണ്ട്. സ്പോട്ട്സ് മീൻസ് കുത്തുകൾ. I shall make it an umbrella. ഞാനതൊരു അംബ്രല്ലയാക്കി മാറ്റും. The ant sat under it. He went and he sat under it. You can see the yellow spots. It's a red mushroom. It's a tiny mushroom. Is it? Okay. The mushroom is an umbrella for ant. Why? എന്തുകൊണ്ടാണ് മഷ്റൂം ആൻഡിനൊരു അംബ്രല്ല ആയത്? ബിക്കോസ് ദ ആൻഡ് ഈസ് സ്മോൾ ആൻഡ് ദ മഷ്റൂം ഈസ് ബിഗർ ദാൻ ആൻഡ് അല്ലേ. ഉറുമ്പിനേക്കാൾ ഇച്ചിരി വലുതാണ് മഷ്റൂം. അതുകൊണ്ട് തന്നെ ഉറുമ്പിനതൊരു കൊടയാണ്. അങ്ങനെ എല്ലാവർക്കും അത് കൊടയായി മാറുമോ? ലെറ്റ് us listen. The rain came down heavily. The ant sat under the mushroom looking at the rain. He saw a butterfly. Her wings were wet. The butterfly came near the mushroom. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ബട്ടർഫ്ലൈ, മഴയൊക്കെ ശക്തിയായി കൂടി. അങ്ങനെ ഒരു ബട്ടർഫ്ലൈയും ഈ ശക്തിയായ മഴ കണ്ട് പാറി എവിടത്തേക്ക് വന്നു? മഷ്റൂമിൻ്റെ അടുത്തേക്ക് വന്നു. ലെറ്റ് us read. A butterfly slowly came near the mushroom. ഒരു ബട്ടർഫ്ലൈ സ്ലോലി മഷ്റൂമിൻ്റെ അടുത്തേക്ക് വന്നു. I am so wet. I am also wet. I can't fly. I can't fly. പറക്കാൻ പറ്റുന്നില്ല. പ്ലീസ് നമ്മൾ പഠിച്ച വാക്കാണ്. പ്ലീസ് ലെറ്റ് മീ ഇൻ. എന്നെ ഒന്ന് അകത്തേക്ക് കയറ്റൂ. ഹൗ ക്യാൻ ഐ ലെറ്റ് യു ഇൻ. ഞാൻ എങ്ങനെയാണ് നിന്നെ അകത്ത് കയറ്റുക? ദർ ഇസ് നോ സ്പേസ് ഫോർ യു. നിനക്ക് ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല. സെഡ് ദ ആൻഡ്. പ്ലീസ് ഐ ഷാൽ സിറ്റ് ക്ലോസ് ടു യു. ദ ബട്ടർഫ്ലൈ സെഡ്. പ്ലീസ് ഞാൻ നിൻ്റെ അടുത്തിരുന്നോളാം. അങ്ങനെ പറഞ്ഞപ്പോൾ ഓക്കെ ദ ആൻഡ് അഗ്രീഡ്. ആൻഡ് സമ്മതിച്ചു. ദ ബട്ടർഫ്ലൈ ഗോട്ട് ഇൻ. അങ്ങനെ നമ്മുടെ ബട്ടർഫ്ലൈയും കൂടെ ആൻഡിൻ്റെ കൂടെ ചേർന്നിരുന്നു. നൗ ക്യാൻ ദ ബട്ടർഫ്ലൈ സിറ്റ് അണ്ടർ ദ മഷ്റൂം. ബട്ടർഫ്ലൈക്ക് മഷ്റൂമിൻ്റെ താഴെ ഇരിക്കാൻ പറ്റുമോ? വിൽ ദർ ബി സ്പേസ് ഫോർ ടു. അവിടെ രണ്ടാക്കിയിരിക്കാൻ സ്ഥലം ഉണ്ടാവുമോ? ലെറ്റ് us listen to the teacher. The ant moved over and made space for the butterfly. They watched the rain. Suddenly somebody ran in. അങ്ങനെ മഴ കൂടി വന്നു. അങ്ങനെ നമ്മുടെ ബട്ടർഫ്ലൈയും നമ്മുടെ ആൻഡിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് somebody ran in. ആരോ ഓടി വന്ന് കയറി. ആരാ? Let us read.
Squeak, squeak, squeak. A mouse came there running. ആരാ വന്നേ? യെസ്, എ മൗസ് കെയിം. ഹൗ? ബൈ റണ്ണിങ്. ഓടി വന്നു അല്ലേ? ഫ്രണ്ട്സ്, ലെറ്റ് മീ ഇൻ. ഐ ആം വെറ്റ് ഓൾ ഓവർ. ഫ്രണ്ട്സ്, എന്നെയും കൂടെ കയറ്റു. ഐ ആം ഓൾസോ വെറ്റ് ഓൾ ഓവർ. ഓൾ ഓവർ എൻ്റെ മുഴുവൻ. ഞാൻ എന്തായി? വെറ്റ്. നമ്മൾ ഓൾറെഡി പഠിച്ച ആ വാക്ക്, അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ടീച്ചർ പറയുന്നില്ല. ഹൗ ക്യാൻ വി ലെറ്റ് യു ഇൻ? എങ്ങനെയാണ് നമ്മൾ നിന്നെ കയറ്റുക? ദർ ഈസ് നോ റൂം ഹിയർ. ദർ ഈസ് നോ സ്പേസ് ഹിയർ. നോ സ്പേസ്. ഇവിടെ സ്ഥലമില്ല. ദ ബട്ടർഫ്ലൈ സെഡ്. ആര് പറഞ്ഞു? ബട്ടർഫ്ലൈ പറഞ്ഞു. പ്ലീസ് ഗിവ് മീ സം സ്പേസ്. ദ മൗസ് ക്രൈഡ്. കുറച്ച് സ്ഥലം തരുമോ? ആര് ചോദിച്ചു? മൗസ്. ദ ആൻഡ് ദ ബട്ടർഫ്ലൈ സാറ്റ് ക്ലോസർ. അങ്ങനെ ഒരാൾ കരയുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സങ്കടം വരും അല്ലേ? അങ്ങനെ അവസാനം അവരെന്ത് ചെയ്തു? ദേ സാറ്റ് ക്ലോസർ. അവരടുത്ത് ചേർന്നിരുന്നിട്ട് ഇച്ചിരി സ്ഥലമാക്കി. ദ മൗസ് ഓൾസോ ഗോട്ട് ഇൻ. അങ്ങനെ നമ്മുടെ മൗസും അതിനകത്ത് കയറി. വിൽ ദ റെയിൻ സ്റ്റോപ്പ്? മഴ നിൽക്കുമോ? ക്യാൻ ദേ ഗോ ഹോം? ക്യാൻ ദേ ഗോ ഹോം? അവർക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? ലെറ്റ് us listen to the teacher. The rain went on even harder. After some time, a little sparrow walked towards the mushroom, crying. She could not fly. Raindrops were dripping from her wings. കുറേ കഴിഞ്ഞപ്പോഴാണ് ആര് വന്നത്? ഒരു സ്പാരോ. എന്താ സ്പാരോൻ്റെ അവസ്ഥ നോക്കിയാൽ? റെയിൻ ഡ്രോപ്സ് ആർ ഡ്രിപ്പിംഗ് ഫ്രം ഹർ വിങ്സ്. മഴത്തുള്ളികൾ അവിടെ ചിറകിൽ നിന്ന് ഉറ്റുറ്റി വീഴാണ്. അവൾ കരഞ്ഞുകൊണ്ട് വരിക. പറക്കാൻ പറ്റുന്നില്ല. ചിറകെല്ലാം നനഞ്ഞു, മഴ കൂടിയിട്ടല്ലേ. എന്നിട്ട് നോക്കാം. ലെറ്റസ് റീഡ്. എന്ത് സംഭവിച്ചു നോക്കാം. എ ലിറ്റിൽ സ്പാരോ ഹോപ്പ്ഡ് ടു ദ മഷ്റൂം. ചാടി ചാടി മഷ്റൂമിൻ്റെ അടുത്തേക്ക് വന്നു. ഐ ആം സോ ടയേർഡ്. എനിക്ക് വലിയ ക്ഷീണമുണ്ട്. ക്യാൻ ഐ സിറ്റ് വിത്ത് യു? എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ? ദ സ്പാരോ ക്രൈഡ് അലൗഡ്. സ്പാരോ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ബട്ട് ദർ ഈസ് നോ റൂം ഹിയർ. ഇവിടെ നിനക്കിരിക്കാൻ സ്ഥലമില്ല. ദ മൗസ് സെഡ്. മൗസ് പറഞ്ഞു. പ്ലീസ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ. കുറച്ചൊന്ന് അങ്ങോട്ടേക്ക് മാറോ? ദ സ്പാരോ പ്ലീഡഡ്. പ്ലീസ് നമ്മൾ പഠിച്ചില്ല. അതേപോലെ പ്ലീഡഡ്. പ്ലീഡെന്ന് യാചിച്ച് ചോദിക്കുക. നമ്മൾ പ്ലീസ് എന്നൊക്കെ നമ്മൾ കെഞ്ചി പറയല്ലേ, അതാണ് പ്ലീഡഡ്. സ്പാരോ പ്ലീഡ് ചെയ്ത് ചോദിച്ചു. എന്താ പറഞ്ഞത്? പ്ലീസ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ എന്ന് ചോദിച്ചു. ദേ മൂവ്ഡ് ഓവർ ആൻഡ് ദർ വാസ് സ്പേസ് ഇനഫ്. ഇനഫ് മതിയായ അത്രയും. ഫോർ ദ സ്പാരോ ടു. അങ്ങനെ അവരെല്ലാം ഇച്ചിരി മൂവ് ചെയ്തപ്പോൾ നമ്മുടെ സ്പാരോക്കും കുറച്ച് സ്ഥലം, ആവശ്യത്തിന് സ്ഥലം കിട്ടി. ഡു യു ഷെയർ യുവർ അംബ്രല്ല വിത്ത് യുവർ ഫ്രണ്ട്സ് ഡ്യൂറിങ് റെയിൻ? നിങ്ങൾ മഴക്കാലത്ത് നിങ്ങളുടെ അംബ്രല്ല ഷെയർ ചെയ്യാറുണ്ടോ അതുപോലെ? നെക്സ്റ്റ്, ലിസൺ ടു യുവർ ടീച്ചർ. ദ ആൻഡ്, ദ ബട്ടർഫ്ലൈ, ദ മൗസ് ആൻഡ് ദ സ്പാരോ സാറ്റ് അണ്ടർ ദ മഷ്റൂം. Suddenly, they heard a loud cry. They saw a rabbit rushing towards them. His eyes were filled with fear. His soft fur had patches of mud. അപ്പോഴാണ് ആര് വന്നത്? A rabbit. എങ്ങനെയാണ് വന്നത്? See, he has mud patches on his body. ബോഡി മുഴുവനും ആ ചളിയൊക്കെ പുരണ്ട് ആകെ അവശനായിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ റാബിറ്റ്. അവൻ്റെ ഐസ് വർ ഫിൽഡ് വിത്ത് ഫിയർ. അവൻ്റെ കണ്ണുകളെല്ലാം ആകെ പേടിച്ചിട്ട് കരഞ്ഞുകൊണ്ടാ വരിക. വൈ വാസ് റാബിറ്റ് ക്രൈയിങ്? എന്തിനാ റാബിറ്റ് കരയുന്നത്? ലെറ്റ് us read. A rabbit came running to the mushroom. Save me please, he cried. എന്നെയും കൂടെ ഒന്ന് രക്ഷിക്കൂ. Oh, hide me, a fox is chasing me. എന്താ പറഞ്ഞേ? എന്നെ ഒന്ന് ഒളിപ്പിക്ക്. ഹൈഡ് മീ. ഹൈഡ്, ഒളിപ്പിക്ക്. എ ഫോക്സ് ഈസ് ചേസിങ് മീ. ഒരു കുറുക്കൻ എന്നെ പിടിക്കാൻ ഓടുന്നതിനെയാണ് ചേസിങ് എന്ന് പറയുക. ദ റാബിറ്റ് വാസ് ഷിവറിങ് വിത്ത് ഫിയർ. റാബിറ്റ് എന്താണ്? ഷിവറിങ്, വിറക്കാണ്. വിത്ത് ഫിയർ, പേടിയുണ്ട്. പുവർ റാബിറ്റ് said the butterfly. ബട്ടർഫ്ലൈ എന്ത് പറഞ്ഞു? പാവം റാബിറ്റ്. ബട്ടർഫ്ലൈ പറഞ്ഞു. let us move little more and take him in, said the ant. ഉറുമ്പ് എന്ത് പറഞ്ഞു? നമുക്ക് കുറച്ചുകൂടെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവനെ കൂടി ഇതിനകത്ത് കയറ്റാം.
Will the fox find the rabbit? ഫോക്സ് റാബിറ്റിനെ കണ്ടെത്തുമോ? ഹൗ വിൽ ദേ ഹൈഡ് ദ റാബിറ്റ്? എങ്ങനെയായിരിക്കും അവർ റാബിറ്റിനെ അതിനകത്ത് ഒളിപ്പിച്ച് നിർത്തുക? Listen to your teacher. The fox came running to the mushroom. Have you seen a rabbit? The fox looked around. ഫോക്സ് വന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളൊരു റാബിറ്റിനെ കണ്ടോ? Let us read. A fox came running there. He raised his sharp ears and looked around. അവൻ്റെ ചെവി ഉയർത്തി ചുറ്റും നോക്കി. You silly fox! How can a rabbit hide under a mushroom? You silly fox! A മണ്ടൻ കുറുക്ക. You silly! How silly you are! How can a rabbit hide under a mushroom? എങ്ങനെ ഒരു റാബിറ്റിനെ മഷ്റൂമിന് താഴെ ഒളിക്കാൻ പറ്റുക? Asked the mouse. There is no space here. Can't you see? ഇവിടെ ഒരു ഇത്തിരി സ്ഥലം പോലും ഇല്ല, നിനക്കെന്താ കാണുന്നില്ലേ? Asked the ant. The fox lifted his nose up. കുറുക്കൻ അവൻ്റെ മൂക്ക് ഉയർത്തി. Flicked his tail. വാല് ഫ്ലിക്ക് ചെയ്തുകൊണ്ട് ran off. ഓടിപ്പോയി. Will the fox really believe them? ശരിക്കും കുറുക്കൻ അവർ പറഞ്ഞത് വിശ്വസിച്ചിട്ടുണ്ടാവുമോ? ബിലീവ്, വിശ്വസിക്കുക. Will he come back? അവൻ തിരിച്ചു വരുമോ? See, you can see all of them here. Now, listen to your teacher. The rain was over. The sun looked out from behind the clouds. Everyone came out of the mushroom with joy. They became friends. അങ്ങനെ മഴ മാറി. സൂര്യൻ പുറത്തോട്ട് വന്നു. Came out of the clouds. ക്ലൗഡ്സിൽ നിന്നും സൂര്യൻ സണ്ണ് looked out പുറത്തേക്ക് നോക്കി. And everyone came out of the mushroom and they became friends. അവരെല്ലാവരും നല്ല ഫ്രണ്ട്സായി. നമുക്ക് ബാക്കി വായിക്കാം. Let us read. The ant looked at his friends. At first, ഉറുമ്പിൻ്റെ ചങ്ങാതിമാരെല്ലാം നോക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു? At first there was space just for myself. ആദ്യം എനിക്ക് നിൽക്കാൻ മാത്രമേ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. സ്പേസ്, സ്ഥലം. ജസ്റ്റ് ഫോർ മൈസെൽഫ്, എനിക്ക് വേണ്ടി മാത്രം. ആൻഡ് ദെൻ all of us could sit under the mushroom. പിന്നെ നമുക്ക് എല്ലാവർക്കും മഷ്റൂമിൻ്റെ താഴെ ഇരിക്കാൻ പറ്റി. How was this possible? ഇതെങ്ങനെയാണ് സാധിച്ചത്? The ant was really confused. ഉറുമ്പിന് ശരിക്കും കൺഫ്യൂഷനായി. എങ്ങനെ ഇത് സാധിച്ചത്? ഉറുമ്പിങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. They heard a sound. Quahahaha, quahaha. Somebody laughed loudly behind them. അപ്പോഴാണ് somebody laughed, ചിരിച്ചു. ആരോ, somebody. എവിടുന്ന? loudly, in a high voice, ഉച്ചത്തിൽ, behind them, from the back of them. Somebody laughed. Who was laughing aloud? ആരാ? Who is laughing aloud? Let's listen. Let's read. They saw a fat green frog. It was sitting on the top of the mushroom. Where is it sitting? It is sitting on the top of the mushroom, not in the below. It is sitting on the top of the mushroom. Quahaha, laughed the frog, shaking his head at them. Shaking എന്ന് പറഞ്ഞാൽ കുലുക്ക. അവരെ നോക്കിക്കൊണ്ട് തല കുലുക്കി. ഫ്രോഗ് laugh ചെയ്തു. Laugh, you know. So, is it? Okay, he laughed at them. Don't you know what happens to a mushroom during rain? നിങ്ങൾക്കറിയില്ലേ മഷ്റൂമിന് മഴയത്ത് എന്താ സംഭവിക്കുകയെന്ന്? And he hopped away still laughing. അവൻ ചിരിച്ചുകൊണ്ടും ചാടിപ്പോയി. Why was the frog laughing? എന്തിനായിരിക്കും തവള ചിരിക്കുന്നത്? What happens to the mushroom during rain? Do you know? Let's read. The ant, the butterfly, the mouse, the sparrow and the rabbit looked at one another. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. Then they looked at the mushroom. And suddenly they noticed something. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്. എന്താ? The mushroom has grown up. Mushroom grown, വളർന്നു അല്ലേ? Grown up. So what happens to mushroom during rain? Yes, the mushroom will grow up. So see, they all are laughing, is it? Next.
Now let us sing a song. So this is the story. Now let us sing a song. Bunny's Umbrella. Raindrops falling from the sky, a mushroom standing tall and dry. The bunny hops and hides below, safe from rain and wind that blows. Thank you, mushroom big and wide, you are perfect spot to hide. With a hop the bunny has gone, dry and happy moving on. So, this is a small poem. You can sing like this. Okay. Now, let us do this activity. Select the suitable sentence and write it below the picture. Here you are given 6 pictures and you want to write the sentences. The sparrow pleaded to her to let her under the mushroom. Which is that picture? Sparrow pleaded. This one. Is it? Or this one? Yes, this one. Okay, idana sparrow plead karanondu nikkuna picture. So here you have to write that. Now, the mouse wanted to get under the mushroom. Which is that picture? Mouse one. Yes, this one. Mouse want to hide under the mushroom. Next, the butterfly was wet. She could not fly. Which is that picture? Yes, the butterfly was wet. She could not fly. Okay. Next. Look, the mushroom has grown up. Yes. Which picture is that? This one. Ellaru nokke. The mushroom has grown up. So, this is the picture. Now, a rabbit ran towards the mushroom. A rabbit ran towards the mushroom. Just this, yes, this picture. A rabbit ran towards the mushroom. Next, the ant made the mushroom an umbrella. Is that picture? Yes. The ant made the mushroom an umbrella. This is the activity. Now let us read and rejoice the caterpillar story. Snail brings the mail. So this is an interesting story. Let us read it. Here is Mr. Snail. He brings the mail. You can see Mr. Snail brings the mail. Every day he brings the mail without fail. Every day he brings the mail without fail. Hello, Mr. Fox. You have a box. Here Snail is giving the fox a box. Now, Mr. Snail meets Miss Honeybee. Hi, Miss Honeybee. See the boxes. These are for you. So, the snail is giving Honeybee some boxes and telling that these are for you. Mr. Snail visits Mr. Owl with some mail and saying, here are some birthday cards. So, Mr. Owl is telling, wow, that's great. 10 cards for me? You have 10 cards. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 cards for me. Oh, but you can see the owl is sad. Why? But you are late. Nee kore vaiki, late. My birthday was yesterday. Innale aayirunnu birthday. Oh, belated happy birthday. Snail also became sad and he said, belated happy birthday. From morning to evening, Mr. Snail is at his work. He works hard and takes no rest. Okay, but Mr. Snail is so slow. You know, snail ennu parnal uchu nallona mellane sanjirikku alle. So his friends have to wait all the day for the mail. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനെല്ലാം ഒരുപാട് സമയം കാത്തിരിക്കണം മെയിൽ കിട്ടാൻ. But they are okay. അവർക്ക് കുഴപ്പമൊന്നുമില്ല. No problem. Poor snail, he does his best. The friends think, yeah, he does his best. But one fine day, Mr. Snail starts his work. He walks and walks along the roads. Soon the sky turns dark. It began to rain.
The cold wind blows. The roads get flooded. നല്ല മഴ പെയ്തു, തണുത്ത കാറ്റ്, പിന്നെയോ റോഡെല്ലാം ഫ്ലഡഡ് ആയി, വെള്ളം നിറഞ്ഞു. നോ, ഐ ഷുഡ് നോട്ട് ഫെയിൽ. അയ്യോ, ഞാൻ ഈ കത്തും കൊണ്ട് പോവാതിരുന്നു കൂടാ, അല്ലേ? എങ്ങനെയാ പോവാ? The roads are bad. Mr. Snail is so sad. So, see, roads are all bad. Roads എല്ലാം മോശമാണ്. So, he is so sad, you can see. How will I go? He is thinking. Then the frog is making joke at him. He is asking, ha ha, can you swim, Mr. Snail? Can you swim? Then, that time, Mr. Snail sees a tractor. It is for sale. ഇവിടെ വിൽക്കാനായിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? സെയിലിന്. സെയിൽ എന്ന് പറഞ്ഞാൽ വിൽക്കാൻ. എന്ത് വെച്ചിട്ടുണ്ട്? എ ട്രാക്ടർ. Then Mr. Snail thinks, I must buy this tractor. ഞാൻ ഈ ട്രാക്ടർ വാങ്ങിക്കാം. Then it will make me move faster. It will help me to go fast. He buys the tractor. It makes him move faster. He buys the tractor and he started moving faster. Now the friends are telling, look how Mr. Snail goes. Now his mail is on the right time. നോക്ക് എങ്ങനെയാണ് മിസ്റ്റർ സ്നെയിൽ വരുന്നതെന്ന്. ഇപ്പോൾ എല്ലാ മെയിലെല്ലാം റൈറ്റ് ടൈമിലാണ് ഉള്ളത്. Do you like the story of snail? What does the honeybee ask? Complete the conversation. അവളിൻ്റെ കയ്യിലൊരു കത്തുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഹണിബി ചോദിച്ചിട്ടുണ്ടാവുക? അവളെന്തോ ഒരു മറുപടി പറയുന്നുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് എ ലെറ്റർ ഫ്രം മൈ ഓണ്ട്. ഇതെൻ്റെ ഓണ്ട് കൊടുത്തയച്ച ലെറ്ററാണ്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? മിസ്റ്റർ ഔൾ, ഹു റോട്ട് ദിസ് ലെറ്റർ ഫോർ യു? അല്ലെങ്കിൽ ഈ ലെറ്റർ നിങ്ങൾക്ക് ആരാ അയച്ചത്? അല്ലെങ്കിൽ ഹു സെൻഡ് ദിസ് മെയിൽ ഫോർ യു? അല്ലെങ്കിൽ ഹു സെൻഡ് ദിസ് ലെറ്റർ ഫോർ യു? അല്ലേ? അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവാം. Okay, so this much from first unit activities. So see you with the next unit activities. Till then, bye bye and take care.